ഹായ് എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ +1 കൊമേഴ്സ് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യത്തെ കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അപേക്ഷിച്ചിട്ട് ഇത്തിരി ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. സയൻസുകാർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര കണ്ട് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും എക്സാം എഴുതിയ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എക്സാം ഈസി ആയിട്ടാണോ തോന്നിയത്, അതോ ഡിഫിക്കൽട്ടായിട്ടാണോ തോന്നിയത്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സമയമൊക്കെ കിട്ടിയോ, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ഫസ്റ്റ് സെക്ഷൻ 3 മാർക്സിൻ്റെ സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ഷെയ്ഡർ റീജിയൻ ഇൻ ദ വെൻ ഡയഗ്രാം ഇസ് ഡാഷ്. ഒരു വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഷെയ്ഡർ റീജിയൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഷെയ്ഡർ റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A-B ആണ്. ഇതുപോലത്തെ വെൻ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. A-B, A കോംപ്ലിമെൻറ്റ്, B-A ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇവിടെ വളരെ ക്ലിയർ ആണ്. ഈ ഷെയ്ഡർ റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A-B ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് A is equal to set -1 0 1 റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് A. എല്ലാ സബ്സെറ്റും എഴുതാനാണ്. സബ്സെറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓരോ സെറ്റുകളും സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം. സോ -1 സെറ്റ് -1, സെറ്റ് 0, സെറ്റ് 1 എന്ന് എഴുതാം. പിന്നെ സെറ്റ് -1 0 എഴുതാം. പിന്നെ സെറ്റ് 0 1, പിന്നെ സെറ്റ് -1 1 എന്ന് എഴുതാം. പിന്നെ തന്നിരിക്കുന്ന സെറ്റ് അതുപോലെ എഴുതാം. പിന്നെ നൾ സെറ്റും എഴുതാം. ടോട്ടൽ 2⁻³ = 8 സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് x-1 and y+2 ഓർഡർഡ് പെയർ x-1 and y+2 = 2 1 then the values of x and y are dash. സോ ഈ പെയർ എക്സിൻ്റെ കോർഡിനേറ്റ് അതുപോലെ വൈയുടെ കോർഡിനേറ്റ്സ് ഒക്കെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ x-1 = 2 എന്ന് എഴുതാം. അതിൽ നിന്ന് x = 3 എന്ന് കിട്ടും. അതുപോലെ y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്താൽ y+2 = 1 എന്ന് വരും. therefore y = -1 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, A is equal to set 0 1 റൈറ്റ് A ക്രോസ് A ക്രോസ് A. A ക്രോസ് A ക്രോസ് A കാണണം. സെറ്റ് 0 1 എന്നാണ് എഴുതി തന്നിട്ടുള്ളത്. സോ സെറ്റ് 0 1 ക്രോസ് സെറ്റ് 0 1 ക്രോസ് സെറ്റ് 0 1 A ക്രോസ് A ക്രോസ് A കാണുമ്പോൾ സെറ്റ് 0 0 0 0 0 1 വരും. 0 1 0 0 1 1 അതുപോലെ 1 0 0 1 0 1 1 1 0 and 1 1 1. ഇതുപോലെ 8 എലമെൻറ്റ്സ് നമുക്ക് എഴുതാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഹൗ മെനി ഓഫ് ദീസ് സ്റ്റാർട്ട് വിത്ത് ദ ലെറ്റർ എച്ച്. സോ മാത്തമാറ്റിക്സ് എന്നാണ് വേർഡ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. ടോട്ടൽ 11 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഓരോ ലെറ്റേഴ്സും എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിൽ M എന്ന് പറയുന്നത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. A എന്ന് പറയുന്നത് 2 ടൈംസ് വരുന്നുണ്ട്. T എന്ന് പറയുന്നത് 2 ടൈംസ് വരുന്നുണ്ട്. H, I, C, S ഇതെല്ലാം 1 ടൈം മാത്രമാണ് വരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 11 ലെറ്റേഴ്സാണ്. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓരോന്നും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് അതും കൂടി താഴെ ഡിനോമിനേറ്ററിൽ ഫാക്ടോറിയൽ ഇട്ടിട്ട് എഴുതാം. സോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും. ഇത്രയും എഴുതിയാലും മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ അടിച്ചിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ 49,89,600 എന്ന ആൻസർ കിട്ടും. ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്. ഹൗ മെനി ഓഫ് ദി സ്റ്റാർട്ട് വിത്ത് ദ ലെറ്റർ എച്ച്. ഇതിൽ എത്ര ലെറ്റേഴ്സ് എച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എച്ച് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കാണാം. സോ ബാക്കി വരുന്ന ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും 10 ലെറ്റേഴ്സാണ് വരുന്നത്. അതിൽ ഓരോന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര ഉണ്ട് നോക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓരോ ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുമ്പോൾ M 2 ടൈംസ്, T 2 ടൈംസ്, A 2 ടൈംസ്. സോ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എഴുതാം. സോ കാൽക്കുലേറ്റ് ചെയ്താൽ 4,53,600 എന്ന് കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ ഒക്ടൻ ഇൻ വിച്ച് ദ പോയിൻറ്റ് 4 - 5 6 ബിലോങ്സ് ടു. ഇത് ഏത് ഒക്ടനിലാണ് ചോദിച്ചിട്ടുള്ളത്. ഒക്ടനിലെ സൈൻ എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ട്രിക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഇവിടെ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. സോ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആ ഓർഡറിൽ വരുന്നത് 4th ഒക്ടനിലാണ്. സോ നമുക്ക് എഴുതാം 4th ഒക്ടൻ്റ് എന്ന്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് കാണാനാണ്. 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഡിസ്റ്റൻസ് കാണുമ്പോൾ നമുക്ക് √20 എന്ന് ആൻസർ കിട്ടും. ഇത്രയുമാണ് 4th ക്വസ്റ്റ്യൻ. ഇനി 5th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സർക്കിൾ, റൈറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സോ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 2 2 ആണ്. സോ ഗ്രാഫ് നോക്കിയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്താം. സെൻറ്റർ എന്ന് പറയുന്നത് 2 2 എന്ന് പറഞ്ഞിട്ട്. ഇനി ഇക്വേഷൻ ഓഫ് ദ സർക്കിളും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ മീൻസ് ഇറ്റ് ഇസ് x - h² + y - k² = r². അതിൽ HK എന്ന് പറയുന്നത് സെൻറ്ററും R എന്ന് പറയുന്നത് റേഡിയസും. ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് 2 2 ആണ്. അതിൽ റേഡിയസും കൂടി കാണണം. ഇവിടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഡയാമീറ്റർ എന്ന് പറയുന്നത് 4 ആകുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് എഴുതാം. therefore x - 2² + y - 2² = r² എന്ന് വരും. r² എന്ന് പറയുമ്പോൾ ഇവിടെ 2² അതായത് 4 എന്ന് എഴുതാം.
എത്രയുമാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x by x is equal to ഡാഷ്. ഇത് നമ്മൾ പഠിക്കുന്നതാണ് 1 എന്ന്. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 1 തന്നെ എഴുതാം. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin ax plus bx ഡിവൈഡഡ് ബൈ axൻ്റെ വാല്യൂ കാണണം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin ax plus bx എന്നാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ax കൊണ്ട് രണ്ട് ടേമിനും ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin ax by ax എന്ന് എഴുതാം. പ്ലസ് രണ്ടാമത്തെ ടേം bx by ax സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം. ഈക്വൽ ടു ഫസ്റ്റ് ടേമിൻ്റെ ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x by x എന്നുള്ള ഇക്വേഷൻ അതിൻ്റെ ലിമിറ്റ് നമുക്കറിയാം 1 എന്ന്. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ അതിൻ്റെ സെക്കൻഡ് ടേം bx by ax എന്നാണ്. അതിൽ x ക്യാൻസൽ ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 b by a എന്ന് വരും. ഇവിടെ x ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ b by a മാത്രം എഴുതിയാൽ മതി. സോ 1 plus b by a എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ഇഫ് y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 by x plus 2 then find dy by dx. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് dy by dx കാണണമെന്നുണ്ടെങ്കിൽ കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് dy by dx കാണാം. Equal to denominator into derivative of the numerator, so x plus 2 into d by dx of x minus 1 minus numerator into derivative of the denominator, so x minus 1 into d by dx of x plus 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ x plus 2 സ്ക്വയർ. x minus 1ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അതുപോലെ x plus 2ൻ്റെ ഡെറിവേറ്റീവും 1 ആണ്. സോ ഇതിന് നമുക്ക് x plus 2 മൈനസ് ഓഫ് x minus 1 എന്ന് എഴുതാം. ഫോർ ഈക്വൽ ടു x plus 2 മൈനസ് x plus 1 എന്ന് വരും. ഈക്വൽ ടു 3 by x plus 2 ഹോൾ സ്ക്വയർ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. എയ്ത്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഡാറ്റ. ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മീൻ ആൻഡ് ഓൾസോ ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ഇറ്റ്സ് മീൻ. മീൻ കാണണം, അതുപോലെ മീൻ ഡീവിയേഷൻ അബൌട്ട് ഇറ്റ്സ് മീൻ കാണണം. സോ മീൻ കാണണമെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് ഐ ബൈ എൻ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. സിഗ്മ എക്സ് ഐ കാണുന്നുണ്ടെങ്കിൽ എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യുക. സോ 56/8 എന്ന് കിട്ടും. ഈക്വൽ ടു 7 എന്ന് മീൻ്റെ ആൻസർ കിട്ടും. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണാനുള്ള ഇക്വേഷൻ എഴുതുക. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഓരോ ഡാറ്റാസിൽ നിന്നും, അതായത് ഓരോ നമ്പേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, മീൻ എന്ന് പറഞ്ഞ 7 എന്ന് പറഞ്ഞ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. 5 - 7 ചെയ്യുക, അതിൻ്റെ മോഡുലസ് കാണുക. സോ 2 എന്ന് കിട്ടും. അതുപോലെ 7 - 7 ചെയ്യുക, അതിൻ്റെ മോഡുലസ് കാണുമ്പോൾ 0 വരും. 6 - 7 കാണാം. സോ 1 - 1 വരും, അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ 1 വരും. അങ്ങനെ എല്ലാ ഡാറ്റാസും കണ്ടിട്ട് അതിൻ്റെ സമ്മ് കാണാം. ഓരോ സബ്ട്രാക്ഷനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ സമ്മ് കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ ആൻസർ കിട്ടും. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 8 ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. സോ 14/8 എന്ന് കിട്ടും. ഈക്വൽ ടു 1.75 എന്ന് കിട്ടും. ഞാനിവിടെ ജസ്റ്റ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതിയതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിളായിട്ട് വരച്ചുകൊണ്ടും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്താലും മതി. എങ്ങനെയായാലും ആൻസർ 1.75 എന്ന് കിട്ടും. ഓക്കെ. ഇനി 9th ക്വസ്റ്റ്യൻ 4 മാർക്സിൻ്റെ സെക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് നമ്മൾ പഠിക്കുന്നതാണ്, യൂണിവേഴ്സൽ സെറ്റാണ്. സോ യു എന്ന് എഴുതാം. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാം. സോ യു തന്നത് എഴുതാം, എ എഴുതാം, ബി എഴുതാം. സോ ഫസ്റ്റ് എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യുക. എ യൂണിയൻ ബി കാണുമ്പോൾ 2 3 4 6 എന്ന് വരും. ദെൻ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ സെറ്റ് 1 5 എന്ന് കിട്ടും. ദെൻ എ കോംപ്ലിമെൻറ്റ് കാണാം, ബി കോംപ്ലിമെൻറ്റ് കാണാം. എ കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ സെറ്റ് 1 5 6 എന്ന് വരും. ബി കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ സെറ്റ് 1 2 5 എന്ന് വരും. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ സെറ്റ് 1 5 എന്ന് കിട്ടും. Therefore from 1 and 2 we can write a union b whole complement equal to a complement intersection b complement. ഇനി 10th ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും. സോ ഗ്രാഫ് വരയ്ക്കുന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ പഠിച്ചതാണ്. മോഡുലസിൻ്റെ ഗ്രാഫാണ്. സോ എന്തായാലും അതെന്തായിരിക്കും, വി ഷേപ്പ് ഗ്രാഫായിരിക്കും. ഇനി പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ആണ്. സോ 2 0, അതായത് എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ വേർട്ടെക്സ് വരുന്ന വിധത്തിലുള്ള വി ഷേപ്പിലുള്ള ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുക. സോ ആദ്യം എക്സ് വൈ എന്നുള്ള പോയിൻ്റൊക്കെ പ്ലോട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ എക്സ് വൈയുടെ ടേബിളൊക്കെ വരയ്ക്കുക. സോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതേ രീതിയിൽ വി ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ടൊക്കെ വരച്ചാൽ നല്ല നീറ്റായിട്ടുള്ള ഗ്രാഫ് കിട്ടും. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 4. ഏതൊരു ഫംഗ്ഷൻ്റെയും ഡൊമെയിനും റേഞ്ചും എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ എഴുതാം. സോ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ കാണാൻ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫൈൻഡ് അല്ലാത്തത് എന്ന് നോക്കുക. സോ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെ വരിക ഡിനോമിനേറ്റർ ടേം 0 ആകുമ്പോഴാണ്. സോ ഡിനോമിനേറ്റർ ടേം ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് വരും. Therefore എക്സ് ഈക്വൽ ടു 4 എന്ന് വരും. 4 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും അതിൻ്റെ ഡൊമെയിനിൽ വരും. സോ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 4 എന്ന് എഴുതാം. ഇനി അതുപോലെ റേഞ്ച് കാണണം. റേഞ്ച് കാണാനും കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ആദ്യം നമ്മൾ ഫംഗ്ഷൻ നമ്മൾ വൈ ആയിട്ട് എടുക്കുക. ആ വൈനെ കൺവേർട്ട് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമിലായിട്ട് എഴുതാം. സോ എക്സ് ഈക്വൽ ടു നമുക്ക് 4y - 3 ഡിവൈഡഡ് ബൈ y - 1 എന്ന് വരും.
ഇനി ഈ ഫംഗ്ഷൻ y-1 0 അല്ലാത്ത മറ്റെല്ലാ പോയിൻറ്റ്സിനും ഡിഫൈൻഡ് ആയിരിക്കും. സോ y-1 = 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് y = 1 എന്ന് വരും. സോ y = 1 എന്ന് പറയുന്ന ആ പോയിന്റ് ഒഴിച്ച് മറ്റെല്ലാ നമ്പേഴ്സും അതിൻ്റെ റേഞ്ച് ആയിട്ട് നമുക്ക് എഴുതാം. ദെർഫോർ range = r - set 1 എന്ന് എഴുതിയാൽ റേഞ്ചിൻ്റെ ആൻസറായി. ഇപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. റിമൈനിങ് 10 ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.